എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മുറ്റത്തിറങ്ങിയിട്ട് വീഡിയോ ചെയ്യാൻ കേട്ടോ. അതിലിപ്പം അത്ര വെറൈറ്റി ഇതല്ലേ, ചുമ്മാതാ എന്തെങ്കിലും പറയണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഞാൻ നിങ്ങളോടൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ അഭിപ്രായത്തെ ആരും മാനിക്കൂല, അല്ലെ എൻ്റെ വീഡിയോസ് ആരും കാണൂല, ഞാനൊരു കാര്യം ചോദിച്ചാൽ ആരും ഒന്നും മിണ്ടൂല എന്നുള്ളൊക്കെ ഒരു ചിന്താഗതിയായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ ആ ചിന്താഗതിയൊക്കെ ശരിക്കും മടുപ്പിച്ച് മുറ്റത്തായതുകൊണ്ടാണ് വണ്ടി പോകുന്ന മരുന്നൊക്കെ നോക്കുന്നത്. അപ്പൊ ആ ചിന്താഗതി മൊത്തമായിട്ടും ഒന്ന് മാറിക്കിട്ടി എന്നുള്ളത് പറയാവേ. അതെന്താ വെച്ചാല്, ഞാൻ നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ കേൾക്കാമല്ലോ. എന്താ വെച്ചാൽ എനിക്ക് മിത്രങ്ങളെക്കാട്ടിലും കൂടുതൽ ശത്രുക്കളാണുള്ളത് എന്ന് എപ്പോഴും ഞാൻ പറയാറില്ല. അപ്പം എൻ്റെ ശത്രുക്കള് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാച്ചാൽ കാണൂല എന്നുള്ള ഒരു ചിന്താഗതിക്കാണ് എനിക്ക്. പക്ഷെ സത്യാവസ്ഥ എന്താണെന്നറിയോ, ഏറ്റവും ആദ്യം മിത്രത്തിനെക്കാട്ടിലും കാണുക ഈ ശത്രുക്കളാട്ടോ. ഇവരാണ് ആദ്യം എൻ്റെ അക്കൗണ്ടിൽ എത്തി നോക്കുക. ഇവളെന്താ ഇട്ടതിനൊരു മറുപടി ഇട്ട് കൊടുത്തിട്ട് പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഈ ശത്രുക്കളാണ് ആദ്യം എൻ്റെ അക്കൗണ്ട് കയറി നോക്കുക. എന്നതിന് ശേഷം മാത്രമാണ് ഈ മിത്രങ്ങൾ നോക്കാറുള്ളൂ. അതെന്താ വെച്ചാൽ എനിക്ക് 1-2 കമൻറ്റുകൾ കണ്ടപ്പം മനസ്സിലായൊരു സംഭവമാണ്. അപ്പം ഞാനൊരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് വെച്ച് പറയാൻ വിട്ടുപോയി. എന്താ വെച്ചാൽ, എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കരുത് എന്ന് പറയാൻ എന്നോട് വിട്ടുപോയി. അപ്പം എനിക്ക് കമൻറ്റിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച ആൾക്കാരാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻ്റ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ആ കമൻറ്റിൻ്റെ താഴെ പിന്നെ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോരോ മെസ്സേജ് വരും, ഞങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ കമൻ്റ് ഇടാത്തത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജ് വന്നു കേട്ടോ. പേഴ്സണലി മെസ്സേജ് വന്നു. പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സ്റ്റാറ്റസിന് കമൻ്റായിട്ടും കുറേ ആൾക്കാർ എനിക്കിങ്ങനെ ഇന്നത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഏതാണ് ഡ്രസ്സ് യൂസ് ചെയ്ത് അല്ലെ ഏതാണ് സെലക്ട് ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാലും വേണ്ടിയില്ല, ഞാൻ മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ ബാക്കോട്ട് പോകുമ്പോൾ എൻ്റെ ക്യാമറമാനും വെള്ളത്തിൽ ചാടുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാണ് സംഭവം. ഈ ഒരു കോസ്റ്റ്യൂമാണ് ഞാൻ ഫിക്സ് ചെയ്തത്. കാരണം എനിക്ക് പേഴ്സണലി കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞത് പോണം, ചേച്ചി ഇതിടുവോ, ചേച്ചി അതിടുവോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കിങ്ങനെ മെസ്സേജ് ഇടായിരുന്നു. ഫേസ്ബുക്കിൻ്റെതായ, ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും രണ്ടിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേസ്ബുക്കിൻ്റെതായ എൻ്റെ പൊന്നോ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ കണ്ണ് തള്ളിപ്പോയി. എന്തൊരു അടേ, നിങ്ങളുടെ ഒന്നും വീട്ടിൽ ഇത് അച്ഛനും അമ്മയും ആങ്ങളേരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ ചോദിച്ചിട്ട് കാര്യമല്ല. അമ്മയും പെങ്ങളും അളിയനും ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം അളിയനുണ്ടോയെന്ന് ചോദിക്കാൻ കാരണം എന്താണെന്നറിയോ? പെങ്ങളെ ഭർത്താവേ മൂപ്പരിത് കണ്ടാലും നിങ്ങൾക്കൊരു മോശമല്ലേ, നിങ്ങളെ പെങ്ങളെ കെട്ടിച്ചോ എടുത്ത വീടല്ലേ, അതുകൊണ്ടാട്ടോ അങ്ങനെ വെച്ചേ അളിയനും ഇല്ലേ എന്നുള്ളത്. അപ്പം എന്തൊക്കെയാ കമൻ്റ് ഇട്ടത് എൻ്റെ കർത്താവേ, കണ്ടിട്ട് ഞാൻ തന്നെ എൻ്റെ 2 കണ്ണും എടുത്ത് താഴെ വീണെടുത്ത് ഉള്ളിലേക്ക് വെച്ചതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ള കമൻ്റായിരുന്നു ഗൈസ്. എന്നാ ചെയ്യാനാണ്, നമുക്ക് മനുഷ്യന്മാരെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റൂല എന്നുള്ളതിൻ്റെ ഒരു സത്യാവസ്ഥയും കൂടിയാണ്. അത് അരുണാണോ വരുന്നതെന്ന് ജസ്റ്റ് നോക്കിയതാണ്. കാരണം അരുണാണ് ഇപ്പോൾ ഓരോന്ന് പറഞ്ഞത്. അപ്പോൾ അരുണാണോ എന്നറിയുന്നത് എന്തരടേ ഒരു ചുറ്റിക്കളി. അപ്പം അങ്ങനെയാണ്. അത് റോഡ് സൈഡിൽ തന്നെയാണ് വീട്. അറിയാമല്ലോ, ചില ആൾക്കാർ ലൊക്കേഷനൊക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ലേ. അപ്പം റോഡുമ്മ കൂടി ഇങ്ങനെ വണ്ടി പോകും. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിഞ്ഞു പോവും. ഒന്നാമത് അരുണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ഞാൻ 6:30 തൊട്ടിട്ട് 7:00 വരെയാണ് എനിക്ക് ഷൂട്ട് പറഞ്ഞിരിക്കുന്നത്. അവൻ 5:30 ആകുമ്പോഴേക്ക് റെഡിയായി നിൽക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഏകദേശം 5:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ അവനാണോ അല്ലയോ എന്നുള്ള തിരിഞ്ഞു നോക്കലാണ്. അവൻ വരുമ്പോഴേക്ക് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. ഡോ വരുന്ന 100 ആയിട്ടാ
എനിക്ക് ഞാൻ ഇനി വന്നിട്ട് ഇതാക്കാന്ന് പറഞ്ഞത് കൊണ്ടാ. അപ്പോ ഞാൻ പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടിട്ടില്ല, അന്നപ്പോഴേക്കും ആളെത്തിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ വേഗം ഞാൻ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. കാരണം സമയം എന്തായുടെ 5:30 ആകുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ അതിവിടെ ഒരു ഡോറ് വെക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പൊടി ചിപ്പിലെന്താണെന്നറിയില്ലേ, ആ സംഭവം അവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ല് എനിക്ക് പറ്റില്ല. അപ്പോൾ എന്നോട് അടിച്ചു വാരരുത് എന്ന് പറഞ്ഞതാണ് ആര്, കരുണേട്ടൻ. അപ്പോൾ കരുണേട്ടൻ അടിച്ചു വാരരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അടിച്ചു വാരില്ല. അപ്പോൾ എൻ്റെ മോളോട് ചോദിച്ചതാണ്, നിനക്കത് അടിച്ചു വാരിക്കൂടായിരുന്നോ എന്ന് ചോദിച്ചതാണ്. അടിച്ചു വാരിക്കായിരുന്നു കൂടായിരുന്നോ? അടിച്ചു വാരിക്കൂടായിരുന്നു, തെറ്റിപ്പോയതാ, അക്ഷരസ്ഫുടത. ആരാ? സോറി ഗൈസ്, ഞങ്ങള് പിന്നെ കാര്യത്ത് നിന്ന് കടന്നു പോയി. അത് വണ്ടി ഇവിടെ എത്തുമ്പോ സ്ലോ ആക്കുക, അത് ആരാന്ന് നോക്കുകയാണ്. നേരത്തെ അയാൾ ഇവിടെ വന്ന് തിരിച്ചു പോയതാണ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. കോസ്റ്റ്യൂം ഇതാണ് സെലക്ട് ചെയ്തത്. കമ്മൽ, ഇനി അതാണ് രണ്ടാമത്തെ കാര്യം എടുത്ത് വെച്ച് പറയേണ്ടത്. ഞാൻ വേറൊരു കമ്മൽ ഇടാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം എനിക്ക് വന്ന കമൻറ്റുകളിൽ പ്രത്യേകിച്ച് പറഞ്ഞു, ചേച്ചി ആ കമ്മലിടല്ലേ, മറ്റേ രണ്ടാമത് കാണിച്ച കമ്മലിട്ടാൽ മതി മോളെ, രണ്ടാമത് കാണിച്ച കമ്മലിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കമ്മലും ഞാൻ ജസ്റ്റ് മാറ്റിയിട്ടുണ്ട്. രണ്ടാമത് കാണിച്ച കമ്മൽ തന്നെയാണ് ഇട്ട്. അപ്പം നിങ്ങളിത് കാണുമ്പോൾ, കമ്മൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര വെയിറ്റാണ് ഇതെന്ന്. സംഭവം വെയിറ്റൊന്നും ഇല്ല കേട്ടോ, വെയിറ്റ് ഇല്ലാത്തൊരു സംഭവമാണ് ഇത്. എവിടുന്നാ മേടിച്ചതെന്ന് വെച്ചാൽ ഗുരുവായൂർ, മറ്റേ ഗുരുവായൂർ നമുക്ക് ഈ കാബൂളിവാല് എന്ന് പറയുന്ന അവർ ആ ഒരു എങ്ങനെയാ പറയാൻ എനിക്കറിയില്ല, നാടോടികളുണ്ടല്ലോ, നാടോടികൾ വിൽക്കുന്ന കമ്മലുകളാട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട് അവരുടെ അടുത്ത്. ചീപ്പ് റേറ്റും മതി, നല്ല ഹെവി ആയിട്ട് തോന്നുകയും ചെയ്യും. അതേപോലെ എന്ന് വെച്ചാൽ വെയിറ്റും ഉണ്ടാവില്ല, നമുക്ക് സുഖമാണിത് യൂസ് ചെയ്യാൻ. ഇത് ഒരുപാടെണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷെ എവിടെയാ വെച്ചതെന്നുള്ളത് എനിക്കറിയില്ല. ഈ പറഞ്ഞതോടും എൻ്റെ മോൻ ചിരിക്കുക. എൻ്റെ കാരണം എന്താ മോനെന്ന് പറഞ്ഞോട്, കമ്മല് പൊതിഞ്ഞെടുത്ത് വെച്ചാ ഞാനോരോ സാധനം നല്ലോണം സേഫായിട്ട് പൊതിഞ്ഞ അവിടെ വെക്കും. എവിടെയാ വെച്ചിരിക്കുന്നത് എന്നുള്ളത് പിന്നീട് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂല, എന്നോട് മറന്നു പോകും, അതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ 4-5 മോഡൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. 2 നിലവ് കാണുന്നുള്ളൂ. ഒന്ന് ഞാനൊരു ഫോട്ടോഷൂട്ടിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് എവിടെ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് അവൻ ചിരിക്കുകയാണ്. അപ്പോൾ കമ്മൽ ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും പോലെ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കൂളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മലാണ് ഇത്. അപ്പോൾ കമ്മൽ ഇതാണ്, കോസ്റ്റ്യൂം ഇതാണ്. അല്ലേ? അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടിയും ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴേക്കും അത് നിങ്ങളിലെ ഒരാളായിട്ട്, അല്ലെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് കൊണ്ടാണല്ലേ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നത്. എനിക്കറിയാം ഈ കമൻറ്റ് ട്രോളികൾ താഴെ വന്നെങ്ങാന് തെറി വിളിക്കുന്നുള്ള പേടി കൊണ്ടാണ് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചത് എന്ന്, അത് അയക്കുന്നതെന്ന് പ്രത്യേകിച്ച് ഇതിന് മുമ്പ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്റ്റാറ്റസും വെച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടും എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെ ആയാലും നിങ്ങളെ അഭിപ്രായം ഞാൻ മാനിച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ധാവണി ഇടണം എന്നായിരുന്നു എനിക്ക് ഒരു, എൻ്റെ ആഗ്രഹം മുഴുവനവും ധാവണി ഇടണം എന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഗൗണിലേക്ക് മാറി എന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം സമയം കുറച്ച് ലേറ്റായി, കാരണം അരുണും എത്തിയിട്ടുണ്ട്. എനിക്കിനി ഷൂട്ടിന് പോകണം. ഇവിടുന്ന് ഒരുപാട് വളവള അടിച്ചാൽ അവിടെ നിന്നും വളവള അടിച്ച് എനിക്ക് വൈകുന്നേരം തലവേദനയാവും. അതുകൊണ്ട് നല്ല ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഒരിക്കൽ കൂടി പറയാണ്. തെറി വിളിച്ചവരോടും നല്ലത് പറഞ്ഞവരോടും ഒക്കെ താങ്ക് യു സോ മച്ച് പറയാണ്. അപ്പം ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.